പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അത്യാവശ്യം നല്ലൊരു ഏർണിങ്സ് കിട്ടുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. മോസ്റ്റ് അട്രാക്റ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. കാര്യം ഇപ്പം ബാച്ചിലേഴ്സിന് പോവുകയാണെങ്കിലും മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിലും 10-50% വരെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് അവരുടെ എൻറ്റയർ ഡ്യൂറേഷൻ എത്രയാണോ കോഴ്സ് ഡ്യൂറേഷൻ അത്ര തന്നെ സ്കോളർഷിപ്പും കൂടെ കിട്ടാറുള്ളൊരു രാജ്യമാണ് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് PR കിട്ടുമെന്നുള്ളത് അല്ലേ. സോ പെട്ടെന്ന് തന്നെ PR കിട്ടുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്കിൽഡ് ഓക്യുപേഷണൽ ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി കോഴ്സ് നമുക്ക് ഈസി ആയിട്ട് ജോബിലേക്ക് കയറാൻ പറ്റും. വൺസ് നമുക്ക് സ്പോൺസറിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് PR നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് PR എല്ലാ കൺട്രിയിലും പറയുന്ന പോലെ തന്നെ ഒരു പോയിന്റ് ബേസ് സിസ്റ്റം ആണ്. സോ നമ്മൾ ആ പോയിന്റ് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രീവിയസ് സ്റ്റഡീസിന് ഇത്ര പോയിന്റ് ആയിരിക്കും, നമ്മുടെ ഏജിന് ഒരു പോയിന്റ് ആയിരിക്കും, അതുപോലെ തന്നെ നമ്മൾ എത്ര വർഷം ഓസ്ട്രേലിയയിൽ നിന്നു അതിന് പോയിന്റ്സ് ഉണ്ടാവും, നമ്മുടെ ഓസ്ട്രേലിയയിലെ സാലറി സ്കെയിലിന് പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും PR-ന്. നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ PR-ന് എലിജിബിൾ ആണോ അല്ലയോ. അതിനുശേഷം നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാം. ഈസി ആയിട്ട് PR കിട്ടും. PR കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പിലേക്കും മൂവ് ചെയ്യാൻ പറ്റും.